വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തും. ദമാമിൽ നിന്ന് യാത്ര തിരിച്ചു. രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അതേസമയം കേസിൽ അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ മൊഴിയിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ഒരു പിതാവ് എത്തുന്നത്. കാരണം ഒരു കുടുംബത്തിലെ ഒരു അനേകം പേർ മരിച്ചിരിക്കുന്നു. അതിൽ പ്രതിയായിട്ടുള്ളത് തൻ്റെ മകനും. ഇന്നിപ്പോൾ 7:45 ആകുമ്പോഴേക്കും എത്തും. പിന്നീടായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടുതൽ വിവരങ്ങളും അതേപോലെ അന്വേഷണ സംഘത്തെയും ഒക്കെ കണ്ടുമുട്ടുക. എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിവരങ്ങൾ? കാളിദാസൻ, ഇന്ന് രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റഹീം എത്തുന്നത്. ഏതായാലും അഫാന്റെ പിതാവ് ഈ മരണവാർത്ത അറിഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലായി. അപ്പോൾ ഈ വരാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള മാർഗം എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് നിരവധി സാമൂഹ്യ പ്രവർത്തകരുടെ പിന്തുണയോടെ തന്നെയാണ് ഈ വരാൻ കഴിയാത്ത വ്യക്തിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിഞ്ഞത് തന്നെ. ഏതായാലും രാവിലെ 7:45 തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷമായിരിക്കും മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നത്. അതായത് ഈ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് അന്വേഷണ സംഘം ഈ അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി എടുക്കുമെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്ന ഡിവൈഎസ്പി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നു വരികയാണ്. ഷെമിയുടെ മൊഴി ഇന്ന് എടുക്കും. മൊഴി എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് അന്വേഷണ സംഘം നിലനിൽക്കുന്നത്. കൂടുതൽ സാക്ഷിമൊഴികളും തെളിവുകളും ശേഖരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അഫാന്റെ ഈ കൃത്യങ്ങൾ ആരും നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് തെളിവുകൾ ശേഖരിക്കുക വളരെ നിർണായകമായൊരു സംഭവമാണ്. അഫാൻ ഈ 5 പേരെ കൊലപ്പെടുത്തിയ ഈ സംഭവത്തിനെതിരെ ശക്തമായ തെളിവ് ശേഖരിക്കണമെങ്കിൽ മാതാവിന്റെ മൊഴി വളരെ വേണ്ടപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മൊഴിയെടുക്കുമ്പോൾ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ അഫാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൽബ ബീവിയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസാണ് ഇന്നലെ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മജിസ്ട്രേറ്റ് എത്തിയിരുന്നില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റ് എത്തിയതിനു ശേഷം ഇനി റിമാൻഡ് നടപടിയിലേക്ക് കടക്കും. റിമാൻഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിൽ നിന്ന് വിടേണ്ടത് വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ റിമാൻഡ് കാലാവധിക്കുള്ളിൽ തന്നെ ആശുപത്രിയിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതായാലും അഫാന്റെ നില മെച്ചപ്പെട്ടു എന്നുള്ള അറിഞ്ഞതിനെ തുടർന്ന് തന്നെ മെഡിക്കൽ ബോർഡ് ഇനിയൊരു തീരുമാനം അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും റിമാൻഡ് ചെയ്താൽ പിന്നീട് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകി ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനി ഏതായാലും റിമാൻഡിനെടുത്ത് ഇനി ജയിലിലേക്ക് പോയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് കേസുകളിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തുക. വെഞ്ഞാറമൂട് സ്റ്റേഷനിലെല്ലാം മറ്റ് കേസുകളുണ്ട്. മറ്റ് കൊലപാതകങ്ങൾ കൂടി ചെയ്തതിൽ ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അഫാൻ ആശുപത്രിയിൽ തുടരുകയാണ്. അമ്മ ഷെമിയുടെ നില ഭേദപ്പെട്ട നിലയിലാണ്. എന്നാൽ ആശുപത്രി അധികൃതരുടെ ഉറപ്പ് കൂടി ലഭിച്ചതിന് ശേഷം ചോദ്യം ചെയ്യും. ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്ന വിവരം. അതോടൊപ്പം തന്നെ അഫാന്റെ പിതാവ് റഹീം തിരുവനന്തപുരത്തേക്ക് 7:45 വിമാനത്തിൽ എത്തുമെന്നാണ് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന വിവരം. കാളിദാസൻ. വിഷ്ണു, കഴിഞ്ഞ ദിവസം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത്. അതിൽ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ എന്നുള്ള ഒരു മാനദണ്ഡം കൂടിയുണ്ടായിരുന്നു. ആ ആരോഗ്യനില പൂർണ്ണമായും ഒരു മൊഴി നൽകാൻ മെച്ചപ്പെടാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഇന്നത്തേക്ക് മൊഴി എന്തായാലും രേഖപ്പെടുത്തിയത്. ആ ഒരു മൊഴി കൂടി വന്നതിന് ശേഷമായിരിക്കും ഇപ്പോൾ നിലവിലുള്ള നിഗമനമായ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളൊരു നിഗമനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പ്രതീക്ഷ ഷെമിയുടെ മൊഴിയിൽ കൊടുക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കാം, അല്ലേ? കാളിദാസൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഷെമിയുടെ ആരോഗ്യനില ഭേദപ്പെട്ടു എന്നല്ലാതെ പൂർണ്ണമായും തൃപ്തികരമാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടില്ല. പക്ഷേ മൊഴി നൽകാൻ തക്കവണ്ണം ഭേദമായി എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരെല്ലാം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം അന്വേഷണ സംഘം തന്നെയാണ് ആശുപത്രി സന്ദർശിച്ച് ഷെമിയുടെ നില മെച്ചപ്പെട്ടതായി മനസ്സിലാക്കിയത്. അതിനുശേഷം ഇന്ന് മൊഴിയെടുക്കാവുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആശുപത്രി അധികൃതരല്ല, പകരം ഈ അന്വേഷണ സംഘം തന്നെയാണ്. അതേസമയം തന്നെ ഇന്നലെയും കൂടുതൽ
കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഷെമിയിൽ നിന്നല്ല, പ്രതിയിൽ നിന്നാണ്. പ്രതി മദ്യപിക്കുന്ന കാര്യത്തിലൊക്കെ ഏകദേശം പൂർണ്ണമായ വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം രക്തപരിശോധനയിൽ സ്ഥിരമായി മദ്യപിക്കുന്ന ആളല്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും പ്രതി പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയാണ്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി വളരെയധികം ഒരു പ്രാധാന്യമുള്ള വിഷയം തന്നെ. കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി തന്നെ എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. പ്രതി മൊഴി നൽകിയതും അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ മാതാവിന് തന്നെ 65 ലക്ഷത്തോളം രൂപ കടമുണ്ട്. അതോടൊപ്പം ഈ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ളത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇനി ഈ മരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാ കൊലപാതകങ്ങൾക്കും ഒരേ കാരണം തന്നെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനി ഷെമിയുടെ മൊഴി കൂടി വളരെ അനിവാര്യമാണ്. അതായത് ഈ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം രാവിലെ മുതൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പ്രതിക്കും ഷെമിക്കും മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഷെമിയുടെ മൊഴി വളരെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെടുത്തിയായിരിക്കും പോലീസ് ഇനി കൂടുതൽ അന്വേഷണം നടത്തി വരുന്നത്. ഏതായാലും നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം ഇനി. അതോടൊപ്പം തന്നെ മൊഴി കൂടി ശേഖരിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് കടക്കുന്നത്. ശരി വിഷ്ണു, എന്തായാലും ഇന്ന് പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഷെമിയുടെ മൊഴിയിലൂടെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അന്വേഷണ സംഘത്തിനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പിതാവ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു പകപ്പിലാണ് ആ ഒരു പിതാവ് തന്നെ. എത്തരത്തിലായിരിക്കും ഇനി ആ ഒരു പിതാവിനോടും ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ പഴയകാല വിവരങ്ങളാണ് കൂടുതലും പിതാവിനോടക്കം ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രതിയുടെ സ്വഭാവം എത്തരത്തിലായിരുന്നു, എത്തരത്തിലൊക്കെ മാറ്റം വന്നിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ആയിരിക്കും പിതാവിനടുത്തും ഉണ്ടാവുക. ഒപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി റിമാൻഡിലേക്കെല്ലാം കടക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളത് പിന്നീട് അന്വേഷണ സംഘം തന്നെ തീരുമാനിച്ച് ഇന്നത്തേക്ക് ആക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ മൊഴി നൽകാനുള്ള ആരോഗ്യനിലയിലേക്ക് മാതാവ് ഷെമി എത്തിയിരിക്കുന്നു എന്നുള്ളതും കൂടിയുണ്ട്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.